കാര്യം എനിക്ക് ഭൂമിയിലെ സകല മനുഷ്യരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്ക്, തെറ്റ് പ്രവൃത്തിക്ക് ശിക്ഷയുണ്ട്. ദൈവത്തിൻ്റെ കോടതി അവിടെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയാണ്. കള്ളം പറയത്തില്ല. മനസാക്ഷി ദൈവത്തിനോട് പറയും, ഈ വ്യക്തി ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആയതിനാൽ ഇന്ന ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷ, വലിയ തെറ്റിന് വലിയ ശിക്ഷ. പോലീസ് കേസെടുക്കണ്ട, കോടതിയിൽ അന്യായം ചെയ്യണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ നിങ്ങൾ മേടിക്കും. അവിടെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായം പറയാൻ നിങ്ങളിവിടെ പൈസ കൊടുത്താൽ, അല്ലെ റെക്കമെൻഡ് ചെയ്താൽ ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കത്തില്ല. തെറ്റാണോ ചെയ്തത് എങ്കിൽ ശിക്ഷ ഉറപ്പ്. ആരും കണ്ടില്ല, ആരും കേട്ടില്ല, നിങ്ങളുടെ മനസാക്ഷി കണ്ടില്ലേ? നിങ്ങളുടെ എതിർകക്ഷിയുടെ മനസാക്ഷി കണ്ടില്ലേ? ശിക്ഷാവിധി കൊണ്ട് സുഹൃത്തുക്കളെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിക്കുവിൻ. വീണ്ടും നിങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കും. ഏത് തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കും. ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് ശിക്ഷ ദൈവം തമ്പുരാനാണ് തരുന്നത്. നിങ്ങൾ മരിക്കുന്നതിനിപ്പുറം അത് കിട്ടിയിരിക്കും, കിട്ടിയിട്ടുണ്ട്. ഇതുവരെയുള്ള മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചാൽ സമ്പത്ത് കുറെ കൂടുതൽ കിട്ടിക്കാണും, അധികാരം കുറെ കൂടുതൽ കിട്ടിക്കാണും, പക്ഷേ ശിക്ഷ മേടിച്ചിട്ടുണ്ട്. ചെയ്ത തെറ്റിന് ശിക്ഷ. അത് കോടതി ശിക്ഷിക്കണമെന്നൊന്നുമില്ല. കോടതി വെറുതെ വിട്ടാലും ചെയ്തത് തെറ്റാണ്, ദൈവം തമ്പുരാൻ ശിക്ഷിക്കും. അതുകൊണ്ട് തെറ്റ് ചെയ്യരുത്. മനസാക്ഷി വിലക്കും, അയ്യോ അങ്ങനെ ചെയ്യരുത്, അരുത്. അങ്ങനെ മനസാക്ഷി വിലക്കുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഇതുവരെ ജീവിച്ചു മരിച്ച മുഴുവൻ മനുഷ്യരുടെയും ചരിത്രം പരിശോധിച്ചാൽ ചെയ്ത തെറ്റിന് അവർ ശിക്ഷ മേടിച്ചിട്ടുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയെന്ന് പറയും, പക്ഷേ അല്ല, മരണത്തിന് മുമ്പൊരു ശമ്പളമുണ്ട്. അത് ദൈവം തമ്പുരാൻ പലിശയും ചേർത്തിങ്ങി തരും. അവിടെ നിങ്ങളുടെ ജാതി മഹിമയോ പണമഹിമയോ അല്ലെങ്കിൽ അധികാര മഹിമയോ വിലപ്പോവില്ല. അതുകൊണ്ട് വീണ്ടും അപേക്ഷിക്കുക, തെറ്റ് ചെയ്യാൻ പോകുന്നവരെ അരുത്. മയക്കുമരുന്നിനും കള്ളിനും കഞ്ചാവിനും അടിമകളായി അമിത ലാഭം വാങ്ങി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് മോഷ്ടിച്ച് പിടിച്ചു പറിച്ച് ഭീഷണിപ്പെടുത്തി അർഹതയില്ലാത്തത് നേടിയവരെ ഓരോരുത്തർക്കും അർഹരാണോ, നീ ഇന്നതിന് അർഹനാണോ, അർഹതയില്ലാത്തതൊക്കെ പിടിച്ചു പറിച്ച് നേടിയില്ലേ? നേടരുത്. നമുക്ക് അർഹതപ്പെട്ടതേ എടുക്കാവൂ. ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട്. ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും തുല്യമായി അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമാണ്. അത് കൂടുതൽ അമണ്ടി വാരരുത്. വാരിയാൽ നീ ശിക്ഷാവിധിക്ക് യോഗ്യനാകും. അന്ന് നിന്നെ സഹായിക്കാൻ ആരും കാണില്ല എന്നുള്ള സത്യം ഞാൻ ഒന്നുകൂടെ പറയുക. തെറ്റ് ചെയ്യുന്നവർ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ, മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ, ചതിക്കുന്നവർ അരുത്, അരുത്, അരുത്. പണ്ട് വാൽമീകി മഹർഷി പറഞ്ഞതുപോലെ, അരുത് കാട്ടാള അരുത് മാനുഷാദ. നന്ദി, നമസ്കാരം.